കേരളത്തിൽ ഈ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ടില്ലാതിരുന്ന ചില സംഭവങ്ങൾ ഇപ്പോൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് വലിയ തോതിൽ വർഗീയ വിഭജനം സാധ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിപാടികളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ളൊരു സംഭവമാണ് എനിക്ക് പറയാനുള്ളത്. ആ സംഭവത്തിലേക്ക് ഞാൻ വരാം. അതിനു മുമ്പ് നമുക്കെല്ലാം ഓർമ്മയുണ്ടാവും, പള്ളുരുത്തി സെൻറ്റ് റീത്താസ് സ്കൂളിൽ നടന്നിട്ടുള്ള ഒരു ഹിജാബ് വിവാദം നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടാവും. ഒരു കുട്ടിക്ക് ഹിജാബ് ധരിക്കണമെന്ന് തോന്നി. അത് 4 മാസം ഹിജാബ് ധരിച്ചില്ല. പക്ഷെ അതിനുശേഷം സ്കൂളിലേക്ക് എത്തിയപ്പോൾ അത് ഹിജാബ് ധരിക്കണം എന്ന് അതിന് തോന്നി. ആ തോന്നിയപ്പോൾ തന്നെ നിയമപരമായി അത് പ്രിൻസിപ്പൽമാരെയോ അല്ലെങ്കിൽ ബാക്കിയുള്ളവരുടെ അടുത്തോ അല്ലെങ്കിൽ നിയമപരമായി പോലീസിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്ഥലത്തോ പരാതി കൊടുക്കുകയോ ഡെപ്യൂട്ടി ഡയറക്ടർ പരാതി കൊടുക്കുകയോ ഒന്നുമല്ല ചെയ്തത്. പകരം ഉടനെ തന്നെ അവർ ഈ പറയുന്ന പോലെ കുറച്ച് SDPIക്കാരെയൊക്കെ വിളിച്ചുകൊണ്ട് വന്ന് അവിടെ വലിയ തോതിൽ സ്വന്തം അവകാശ സംരക്ഷണത്തിന് വേണ്ടി ശ്രമിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അന്ന് തന്നെ നമ്മൾ പറഞ്ഞിരുന്ന ഒരു കാര്യം വളരെ കൃത്യമായിട്ട്, ഒരു സ്കൂളിൽ ഒരു യൂണിഫോം ഉണ്ടെങ്കിൽ ആ യൂണിഫോം പാലിക്കേണ്ടത് അവിടുത്തെ ഓരോ കുട്ടികളുടെയും അവകാശമാണ്. ഇതൊന്നും വളരെ ലളിതമായി സംഭവിക്കുന്നതല്ല. ഇതിൻ്റെയൊക്കെ പിന്നിലുള്ളൊരു കാര്യം ഞാൻ അന്ന് തന്നെ പറഞ്ഞിരുന്നു, ജമാഅത്തെ ഇസ്ലാമിയുടെ ഒക്കെ ഒരു ആശയ പ്രചരണമാണ് എന്നുള്ളത് പറഞ്ഞിരുന്നു. യഥാർത്ഥത്തിൽ SDPIക്കാർ പോലുമല്ല, അവർ വെറും കരങ്ങളാണ്, PFIയും ഒക്കെ തന്നെ. അതുകൊണ്ടാണ് അവർ ഈ പറയുന്ന പോലെ അരിയും മലരും കുന്തിരിക്കവും കരുതി വെച്ചോടാന്ന് പറഞ്ഞ് കുട്ടികളെ കൊണ്ടൊക്കെ മുദ്രാവാക്യം വിളിക്കുന്നു, ഇതുപോലെ ഹിജാബ് എടുത്ത് തലയിൽ ഇടാൻ ശ്രമിക്കുന്നു. അതിനെക്കുറിച്ച് ഞാൻ വളരെ വിശദമായി വീഡിയോ ചെയ്തിട്ടുണ്ട്. എന്താണ് ഇവരുടെയൊക്കെ ഉദ്ദേശം? ഇതൊരു മതരാഷ്ട്രത്തിലേക്ക് പോകാനുള്ള ഉദ്ദേശവും ഇവിടെ വർഗീയ വിഭജനം ഉണ്ടാക്കി സ്വന്തം കൂട്ടത്തിലേക്ക് ആളെ ചേർക്കാനും വേണ്ടിയുള്ളതാണ് എന്നുള്ളത് ഞാൻ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഏതാണ്ട് ഇതിൻ്റെതൊക്കെ തന്നെ ഒരു കൗണ്ടർ പാർട്ടാണ് നമുക്കറിയാം. ഈ പറയുന്ന SDPIയുടെയും PFIയുടെ ഒക്കെ തന്നെ ഏതാണ്ട് ഒരു കൗണ്ടർ പാർട്ടായിട്ട് പറയാവുന്നതാണ് ഹിന്ദു ഐക്യവേദി എന്ന് പറയുന്ന ഒരു സംഘടന. അതിൻ്റെ നേതാവായിട്ടുള്ള ശശികല എന്ന് പറയുന്നൊരു സ്ത്രീയുണ്ട്. അവരുടെ വർത്തമാനവും അവരുടെ പോസ്റ്റുകളും ഒക്കെ ഉണ്ടാകും, നമ്മൾ അന്തം വിടും. അതായത് ശബരിമലയിൽ ഏതോ പരിപാടിക്ക് വരുന്നു, അപ്പോൾ കോഴിക്കാലും പെണ്ണുങ്ങളൊക്കെ ഉണ്ടാകും എന്ന് പറഞ്ഞാൽ ബെഡൊക്കെ വിരിക്കുന്നുണ്ടല്ലോ എന്നൊക്കെയുള്ള കമൻറ്റുകളാണ് ഇവർ, ശരിക്കും പറഞ്ഞാൽ ആഭാസ അശ്ലീല കമൻറ്റുകളാണ് ഇവർ വിട്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ നമ്മുടെ നാട്ടിലൊരു സിറ്റുവേഷൻ വെച്ചിട്ട് ഇവരെ പിടിച്ച് അകത്തിടാനും നമുക്ക് പിണറായി വിജയനോട് പറയാൻ പറ്റില്ല. കാരണം അപ്പം ഇവരുടെ ഒപ്പം പിന്നെയും ആൾ കൂടുകയും അതൊരു പ്രശ്നമാവുകയൊക്കെ ചെയ്യും. അതുകൊണ്ട് പിണറായി വിജയനൊക്കെ അവർ ക്ഷമിച്ചു വിടുകയാണ്. ഇവർ പിണറായി വിജയനെ മാത്രമല്ല, അതിനു മുമ്പ് മറ്റേ പറവൂർ വന്ന് നോർത്ത് പറവൂർ വന്ന് VD സതീശനെ കുറിച്ച് ഒരു പ്രസംഗം നടത്തിയത്, ഇദ്ദേഹത്തിൻ്റെ മറ്റേ മുണ്ട് പൊക്കി നോക്കിയാൽ അടിവസ്ത്രം പച്ചയാണ് എന്നുള്ള നിലക്കാണ് എന്ത് ചെയ്തത്, ഒരു പ്രസംഗം നടത്തി. അത്തരത്തിലുള്ള പ്രസംഗമൊക്കെ കാച്ചാൻ ഈ നമ്മുടെ ശശികല എന്ന് പറയുന്ന ഒരു ചിലരൊക്കെ വിഷകല എന്ന് വിളിക്കാറുണ്ട്. അത്തരത്തിലുള്ള ആൾ വളരെ മിടുക്കിയായിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു വലിയ സംഭവം ഉണ്ടായി. അത് സംഭവം എന്ന് പറയുന്നത്, ഗോകുലം ഗോപാലൻ്റെയൊക്കെ സെക്രട്ടറിൻ്റെ കയ്യിലുള്ള ഗോകുലം ഗ്രൂപ്പിൻ്റെ കയ്യിലുള്ള ഒരു പബ്ലിക് സ്കൂളുണ്ട് ഗുരുവായൂരിൻ്റെ അടുത്ത്. ആ ഗുരുവായൂരിൻ്റെ അടുത്തുള്ള സ്കൂളിലേക്ക് ഒരു കുട്ടി കറുത്ത വസ്ത്രം ധരിച്ചുകൊണ്ട് ചെല്ലുന്നു. കാരണം മലക്ക് പോകാൻ മാലയിട്ടേക്കുകയാണ്. മാലയിട്ടിട്ടുണ്ടെങ്കിൽ അയ്യപ്പനാണ് എന്നാണ് വിശ്വാസം. അങ്ങനെ അയ്യപ്പനായിട്ടുള്ള ആളുകളൊക്കെ തന്നെ കറുപ്പും ഒക്കെ ഇടാറുണ്ട്. പക്ഷേ നമ്മുടെ നാട്ടിൽ ഇപ്പം എൻ്റെ ഫാദറൊക്കെ ഒരു ടൈലറായിരുന്നു. ആ സമയത്ത് ശരിക്കും ഇത്തരത്തിൽ ഇരുമുറി സഞ്ചി അടിക്കാനും അതുപോലെ ആളുകളൊക്കെ വന്നിരുന്നു കറുത്ത. പക്ഷെ ഇപ്പം നമ്മുടെ നാട്ടിൽ അങ്ങനെ അധികം പേരൊന്നും കറുപ്പും ഒക്കെ ഇട്ട് ഈവൻ ശബരിമല പോകാൻ തീരുമാനിച്ചവർ പോലും നടക്കാറില്ല. കാരണം അതൊക്കെ വളരെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. അല്ലാതെ ഇത് ഇങ്ങനെ തന്നെ ചെയ്തോളണം എന്ന് ഉള്ള നിബന്ധനയോ നിർബന്ധ ബുദ്ധിയോ ഒന്നും ഹിന്ദു മതത്തിലൊന്നുമില്ല. പക്ഷേ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഇനി മതപരമായ ചിഹ്നങ്ങളും ഇതുപോലെയൊക്കെ കൂടി വരും എന്ന് ഞാൻ പറഞ്ഞിരുന്നു. നേരത്തെയുള്ള വീഡിയോയിൽ ഞാൻ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, 20 കൊല്ലം മുമ്പില്ലാത്ത പർദാ ഷോപ്പുകൾ അങ്ങനെ കേരളത്തിലുണ്ടായി, എങ്ങനെയാണ് ഹിജാബ് ഉണ്ടായത്, എങ്ങനെയാണത് മതരാഷ്ട്രത്തിലേക്കുള്ള ടൂളുകളായി മാറുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെയാണ് നമുക്ക് ഇതുപോലെ കാവിക്കൊടിയും സാഫ്രണും ഇതുപോലെയുള്ള പരിപാടികളൊക്കെ ജയ് ശ്രീരാം വിളികളുമൊക്കെ തന്നെ ഈ പറയുന്ന ഇന്ത്യയിൽ ഇതുപോലെ മുഖരിതമായിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെയൊക്കെ ഏതാണ്ട് ഒരു എക്സ്റ്റെൻഡഡ് വേർഷൻ ഇപ്പോൾ കേരളത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഈ കുട്ടി വന്നിങ്ങനെ നിർബന്ധം പിടിക്കുന്നു. നിർബന്ധം പിടിച്ചപ്പോൾ അവരത് പറ്റില്ല എന്ന് പറയുന്നു. സ്കൂളിൽ കറുപ്പം ധരിക്കാൻ പറ്റില്ല, പകരം യൂണിഫോം ധരിക്കാനേ പറ്റുള്ളൂ എന്ന് പറയുന്നു. നമ്മുടെയൊക്കെ ഭാഗ്യത്തിന് യഥാർത്ഥത്തിൽ അത് ഗോകുലം ഗ്രൂപ്പിൻ്റെ ഒരു സ്കൂളാണ് എന്നുള്ളത് കൂടി നിങ്ങൾ മനസ്സിലാക്കണം. ഭാഗ്യത്തിലാണ് അത് MESൻ്റെയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്കൂളുകളോ ആകാതിരുന്നത്. മുസ്ലിം എഡ്യൂക്കേഷൻ സൊസൈറ്റിയുടെയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള വേറെ ഏതെങ്കിലും സ്കൂളുകളാണെങ്കിൽ പിന്നെയും കുറച്ചുകൂടി പ്രശ്നമായത്. ഭാഗ്യത്തിന് ഗോകുലം സ്കൂളായതുകൊണ്ട് ഇനി അദ്ദേഹം വിശ്വാസിയല്ലെന്നോ അല്ലെങ്കിൽ അവിടെ ഇരിക്കുന്നവർ ഈ പറഞ്ഞ ഹിന്ദു വിരുദ്ധന്മാരാണെന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ ഇത് കേൾക്കേണ്ട വാദി കേൾക്കാത്ത വാദി നമ്മുടെ നേരത്തെ പറഞ്ഞ പോലെ SDPIയുടെയൊക്കെ കൗണ്ടർ പാർട്ടായിട്ടുള്ള ഈ പറയുന്ന ഹിന്ദു ഐക്യവേദിക്കാർ RV ബാബുവും ശശികലയും ഒക്കെ കൂടി നേരെ കൊടിയും തോരണങ്ങളുമായിട്ടൊക്കെ അങ്ങോട്ട് ചെല്ലുകയും ഈ പറയുന്ന കറുപ്പ് ധരിച്ചുകൊണ്ട് പോകാനുള്ള അവകാശങ്ങൾക്ക് വേണ്ടി അതിഗംഭീരമായി വീറോടുകൂടി പോരാടുകയും ഒക്കെ ചെയ്തു. പക്ഷേ പോരാടിയിട്ടും എന്തായാലും അതിന് വലിയ മൈലേജ് കിട്ടുകയോ അല്ലെങ്കിൽ വലിയ തോതിലുള്ള ശ്രദ്ധ കിട്ടുകയോ ഒന്നും ചെയ്തില്ല. അങ്ങനെ കിട്ടാതിരുന്നത് കൊണ്ട് ഇപ്പം നമ്മുടെ ഭാഗ്യത്തിന് ഇപ്പം ഏതാണ്ട് ആ പ്രശ്നം പരിഹരിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്.
യഥാർത്ഥത്തിൽ ആ കുട്ടിയോട് സ്കൂളുകാരെ തന്നെ പറഞ്ഞ് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടാവും. ഇനി മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ തന്നെ അടുത്തത് ഡെപ്യൂട്ടി ഡയറക്ടറുടെ അടുത്തേക്കോ അല്ലെങ്കിൽ ബാക്കിയുള്ളവരുടെ അടുത്തേക്കൊക്കെ പോകുന്നതിന് പകരം സ്കൂളിൽ പോകുന്ന 12-13 വയസ്സുള്ള കുട്ടികളൊക്കെ ഇത്തരത്തിലുള്ള SDPIക്കാരുടെ അടുത്തും അതുപോലെ ഹിന്ദു ഐക്യവേദിയുടെ അടുത്തും ഒക്കെ ചെല്ലുന്നുവെങ്കിൽ ഇതൊന്നും അത്ര നിഷ്കളങ്കമായി കാണാൻ കഴിയില്ല. കാരണം ഇതിൻ്റെയൊക്കെ പിന്നിൽ വലിയ അജണ്ടകളുണ്ട്. മനഃപൂർവ്വം കുട്ടിക്ക് ഇഷ്ടമല്ലെങ്കിൽ പോലും കറുപ്പും മേടിച്ചു കൊടുത്ത് ഇടിയിപ്പിച്ച് ഒരു വിടുകയാണെന്നും ഹിജാബ് ധരിച്ച് അകത്ത് ചെല്ലണമെന്നും ഇനി അത് പറ്റില്ലെങ്കിൽ സ്കൂളിലെ പഠനം നിർത്തണമെന്നും കറുപ്പും ധരിക്കാൻ പറ്റില്ലെങ്കിൽ സ്കൂളിൽ പഠിക്കേണ്ട മോനെ എന്നൊക്കെ പറയുന്ന ലെവലിലേക്ക് ഇത് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ നഷ്ടപ്പെടാനുള്ളത് ആ കൊച്ചിനും അതുപോലെ കുട്ടികൾക്കും അവരുടെ ഭാവിയും മാത്രമാണ്. യഥാർത്ഥത്തിൽ ഒരു സമുദായം കുറേ കൂടി ഡെവലപ്ഡായി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സമുദായത്തെ പിന്നോട്ടടിപ്പിക്കുന്നതിനും ഇവരുടെയൊക്കെ രാഷ്ട്രീയ അജണ്ടകൾക്കും ഇവരുടെയൊക്കെ കുത്തിത്തിരിപ്പുകൾക്കും ഇവരുടെയൊക്കെ വോട്ട് നേടാനും വേണ്ടി മാത്രമാണ് ഈ പരിപാടിയൊക്കെ എടുക്കുന്നത് എന്നുള്ളത് നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കണം. ഇതിൽ തന്നെ RV ബാബു എന്ന് പറയുന്ന ഒരാൾ നേരത്തെ ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്താണ് തൃശ്ശൂരിൽ ഒരു പള്ളിക്കടിയിൽ അമ്പലമുണ്ടെന്നും അമ്പലം പൊളിച്ചാണ് പള്ളി പണിതെന്നും ഒക്കെ പറഞ്ഞത്. പക്ഷെ അപ്പോഴത്തേക്ക് പിന്നെ പുള്ളി മിണ്ടാട്ടം പൊട്ടിപ്പോയി. കാരണം എന്ന് വെച്ചാൽ ആ സമയത്ത് അവിടെ സുരേഷ് ഗോപി മത്സരിക്കുകയാണെന്നും ക്രിസ്ത്യൻസിൻ്റെ വോട്ട് കൂടി ആവശ്യമാണെന്നൊക്കെ മനസ്സിലാക്കിയപ്പോഴേക്കും പിന്നെ അത് എന്ത് ചെയ്തില്ല, റിപ്പീറ്റ് ചെയ്തില്ല, അതൊന്നും ആവർത്തിച്ചില്ല. വീരശൂര പരാക്രമിയായിട്ടുള്ള RV ബാബുവും അതുപോലെ തന്നെ നമ്മുടെ ഈ പറയുന്ന പോലെ വിഷം തീറ്റുന്ന ശശികലയെ പോലെയുള്ള ആളുകളൊന്നും ആവർത്തിച്ചില്ല. അപ്പോൾ ഏതാണ്ട് ഞാനിപ്പോൾ അന്ന് പറഞ്ഞത് സത്യമായിട്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു ഇതൊരു അവസാനമല്ല ഹിജാബിൻ്റെ പ്രശ്നം, ഇതൊരു തുടക്കം മാത്രമാണ്. യഥാർത്ഥത്തിൽ നമ്മുടെ കുട്ടികളോടൊക്കെ തന്നെ കണ്ടം വഴി ഈ പറഞ്ഞ പോലെ ഏതെങ്കിലും മഹാസമുദ്രത്തിൽ ചാടിയിട്ട് നീന്തിയിട്ടാണെങ്കിലും ശ്രീലങ്കയിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രാജ്യത്ത് നിന്ന് സുഖമായി ജീവിക്കാൻ നോക്കൂ. 10 കൊല്ലം കഴിയുമ്പോൾ ഒരു വർഗീയ കലാപമോ വർഗീയമായി ധ്രുവീകരിക്കപ്പെട്ട ആളുകൾ ഇപ്പോൾ തന്നെ ഉണ്ട്. അത് വർഗീയ കലാപമൊന്നുമായി മാറാനായിട്ട് ഒരു 10-20 കൊല്ലം കൂടി നമ്മൾ വെയിറ്റ് ചെയ്താൽ മതി. അത് കഴിഞ്ഞാൽ ഒരു കാരണവശാലും മനസമാനത്തോട് ജീവിക്കാൻ കഴിയാത്ത ഒരു നാടായി ഈ ഗോഡ്സ് ഓൺ കൺട്രി മാറും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഗോഡ്സ് ഓൺ കൺട്രി എന്ന് പേരിട്ടത് തെയ്യങ്ങളുടെയും അതുപോലെ അതിലൂടെ വരുന്ന ദൈവങ്ങളുടെയും ഒക്കെ നാട് എന്നുള്ള പേരിലാണ്. പക്ഷേ കുറേ ആളുകളെങ്കിലും വിചാരിച്ചിട്ടുള്ളത് ഇത് യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്നുള്ള അർത്ഥത്തിലാണെന്നാണ്. ഇത് ദൈവത്തിൻ്റെ അല്ല, ഇത്തരത്തിലുള്ള ചെകുത്താന്മാരുടെ കൂടി സ്വന്തം നാടായി മാറുകയും വർഗീയ വിഭജനത്തിന് ഓരോ ദിവസങ്ങളിലും ആക്കം കൂടുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ തന്നെ ഇപ്പോൾ ഇത് പറഞ്ഞതുകൊണ്ട് ഇനി ഇത്തരം കലാപരിപാടികൾ നിങ്ങൾ എഴുതി വെച്ചോളൂ. മിക്കവാറും ഹിജാബ് ഇടണമെന്ന് പറഞ്ഞ് ക്രിസ്ത്യൻ സ്കൂളിൽ വന്ന് ജോയിൻ ചെയ്ത കുട്ടി അതിൻ്റെ തൊട്ടടുത്തുള്ള ക്രിസ്ത്യൻ സ്കൂളുകളിലേക്ക് ഇത് അലൗ ചെയ്യും. പക്ഷേ അവിടെ പോയി ജോയിൻ ചെയ്താൽ പോരാ, പറ്റാത്ത സ്കൂളിൽ പോയി ജോയിൻ ചെയ്യുകയും ഇതൊരു തർക്കമായും പ്രശ്നമായും മാറുകയും വേണം എന്ന് വിചാരിച്ചാലേ ഇത് ഇഷ്യൂ ആവുകയുള്ളൂ. അല്ലെങ്കിൽ ഇതൊക്കെ ആരും അറിയാതെ പോകും. അതുപോലെ തന്നെ ഇപ്പോൾ ഗോപാലൻ ചേട്ടൻ സ്കൂളിൽ ചെന്നത് ശ്രമിച്ചു. ഇനി അടുത്തത് മിക്കവാറും ഏതെങ്കിലും തീവ്ര നിലപാടുള്ള മറ്റേതെങ്കിലും ന്യൂനപക്ഷ മതങ്ങളിൽ നടത്തുന്ന അല്ലെങ്കിൽ അവർ നടത്തുന്ന സ്കൂളുകളിലായിരിക്കും ഇത്തരത്തിലുള്ള പരിശ്രമം. അത് ഏത് മതത്തിനെതിരെ ആയിരിക്കുമെന്ന് ഞാൻ പറയേണ്ടതില്ല. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഹിജാബ് ഇടാമെങ്കിൽ ഞങ്ങൾക്ക് എന്ത് ചെയ്യണം, കറുപ്പും ധരിക്കണമെന്ന് പറയും. ലാസ്റ്റ് യഥാർത്ഥത്തിൽ ഇനി സന്യാസി വര്യന്മാരോ അല്ലെങ്കിൽ അതുപോലെ ഇഷ്ടമുള്ള ഡ്രസ്സോ ധരിക്കേണ്ട അവസ്ഥയിലേക്ക് കേരളം എത്തിച്ചേരും. ഇത് തന്നെയാണ് യഥാർത്ഥത്തിൽ ഈ കഴിഞ്ഞ തവണ ബ്രസീലിലെ പെൺകുട്ടി അവർ മോഡലിൻ്റെ ഫോട്ടോ കൂടി നമ്മുടെ നമ്മുടെ ഇവിടുത്തെ തെരഞ്ഞെടുപ്പ് പട്ടികയിൽ വന്നല്ലോ. അതായത് അത് തെരഞ്ഞെടുപ്പ് പട്ടികയിൽ അവരുടെ ഫോട്ടോ വന്നപ്പോൾ ഞാൻ വിചാരിച്ചത് ഞാൻ പേടിച്ചിരിക്കുകയായിരുന്നു യഥാർത്ഥത്തിൽ. കാരണം ഇപ്പോൾ തൊട്ടടുത്ത ദിവസം ജ്ഞാനേഷ് കുമാർ വന്നൊരു പത്രസമ്മേളനം നടത്തിക്കളയോ. കാരണം അദ്ദേഹം പറഞ്ഞത് 0 അഡ്രസ്സ് എന്ന് വെച്ചേക്കുന്നത് വീടില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ്. ആ വീടില്ലാത്ത ആളുകൾ സ്ട്രീറ്റ് അടിയിൽ താമസിക്കുന്നവർ, പാലത്തിനടിയിൽ താമസിക്കുന്നവർ, അതുപോലെ തെരുവുളക്കിനടിയിൽ അന്തി ഉറങ്ങുന്നവർ, ആർക്കോലും ഞങ്ങൾ വോട്ടവകാശം കൊടുത്തു. നിങ്ങൾ വേണമെങ്കിൽ നോക്കൂ, ഇന്ത്യൻ ജനാധിപത്യം എത്ര സുന്ദരമാണ്. ബ്രസീലിലെ ആളുകൾക്ക് പോലും ഇവിടെ വോട്ടവകാശം കൊടുത്തിട്ടുണ്ട് എന്നുകൂടി പറഞ്ഞു കളയുമെന്ന് ഞാൻ വിചാരിച്ചു. ഏതാണ്ട് ഇപ്പോൾ അതുപോലെയൊക്കെയുള്ള ഒരു ന്യായീകരണം നമുക്ക് ഈ കാര്യങ്ങളിലും കേൾക്കാം. കാരണം നിങ്ങൾക്ക് ഹിജാബ് ഇട്ട് സ്കൂളിൽ വരാമെങ്കിൽ പിന്നെ ഞങ്ങളുടെ കറുപ്പ് വിട്ടുകൂടെ? അത് നിങ്ങൾ സമ്മതിക്കാത്തത് നിങ്ങൾ മറ്റൊരു മതത്തോട് കാണുന്ന അവഗണനയാണെന്നൊക്കെ പറയാം. ഇങ്ങനെ കുത്തിത്തിരിപ്പുകാരെ നമ്മൾ എന്ത് ചെയ്യണം, ജാഗ്രതയോടുകൂടി കണ്ണിൽ എണ്ണൊഴിച്ച് കാത്തിരിക്കണം. ഇതിൽ കാല് തെറ്റി വീഴാതിരിക്കാൻ നമ്മൾ വളരെ 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 ശ്രദ്ധിച്ച് കേരളം മുന്നോട്ട് പോയാൽ ഈ കലാപങ്ങളുടെ സമയം 10 കൊല്ലം എന്നുള്ളത് 20 കൊല്ലോ 30 കൊല്ലോ നീട്ടിക്കിട്ടും. അതിനകം ഏതാണ്ട് ഈ പറയുന്ന പോലെ എൻ്റെയൊക്കെ പ്രായമുള്ള ആളുകളുടെയൊക്കെ കാര്യത്തിലൊരു തീരുമാനമാകും. അതുവരെയെങ്കിലും ദൈവം ഇങ്ങനെ പോടെ എന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്. ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിൽ നിന്ന് ഇനി ദൈവമുണ്ടോ ഇല്ല എന്നറിയില്ലെങ്കിൽ പോലും ദൈവത്തോട് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, പ്രാർത്ഥിക്കാനുള്ളത്.